ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വെജിറ്റബിൾ പിസ്സ. ഇത് നമ്മൾ ഫുള്ളി ഹോം മെയ്ഡ് ആണ്. ആഹ് എല്ലാം നമ്മൾ ബേസ് തൊട്ട് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. അതിന് വേണ്ടി ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് ലേശം പഞ്ചസാരയാണ്. പഞ്ചസാരക്കകത്തോട്ട് നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക, പഞ്ചസാര ഒന്ന് അലിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഈസ്റ്റ് ഇടുക. ഈസ്റ്റ് ഇട്ട് നമ്മുടെ ഡോ ആക്ടിവേറ്റ് ആവാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കുക. നമ്മൾ പ്ലെയിൻ ഫ്ലോറോ ഓൾ പർപ്പസ് ഫ്ലോറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ബേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത്. വൺസ് ബേസ് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതേണ്ട നമ്മളിപ്പോൾ കാണുന്നത് ഡോ കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഡൗ നല്ല രീതിയിൽ കുഴയ്ക്കുക, ഇങ്ങനെ വിട്ട് വരാത്ത രീതിയിൽ ഇങ്ങനെ നന്നായി അമുക്കി കുഴച്ചുകൊണ്ടിരിക്കുക. വൺസ് അത് റെഡി ആയതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇച്ചിരി ഒലീവ് ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒലീവ് ഓയിലും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി ചെയ്യുക. വൺസ് അത് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് സെറ്റ് ചെയ്യാനൊരു 20 മിനിറ്റ്സ് ടൈം കൊടുക്കുക. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് അടച്ചു വെക്കുക. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു ടിഷ്യൂ ഇട്ടിട്ട് അടച്ചു വെച്ചേക്കുവാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെക്കാവുന്നതാണ്. യെസ്, ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയതിന് ശേഷമുള്ള അടവ്. അത് ഈസ്റ്റ് ആക്ടിവേറ്റഡ് ആയി പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ കുഴച്ചു കൊടുക്കുക. കുഴച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ ഒലിവ് ഓയിലും ഇതെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് കുറച്ച് നേരം കുഴയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബേസ് ഉണ്ടാക്കുന്നത് നമ്മൾ മാക്സിമം ഒരു സർക്കിൾ ഷേപ്പിലാക്കാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൈവച്ച് ഈ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് കൈവച്ച് ചെയ്യുകയാണ്. വൺസ് അത് ഏറെക്കുറെ ഒരു സർക്കിൾ ഷേപ്പ് ആയതിനു ശേഷം നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് കുറച്ച് കുറച്ച് തുളകൾ അതിന് ബേസിന് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ ആൻഡ് ബേസിൽ പസാറ്റ, ടൊമാറ്റോ ഇത് എന്താ പറയുക, നമ്മൾ ടൊമാറ്റോ സിറപ്പ് പോലത്തെ, സിറപ്പല്ല, ടൊമാറ്റോ പ്യൂരി, അതാണ് നമ്മൾ മൊത്തം ബേസിലൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഒനിയൻസ് കട്ട് ചെയ്തിട്ടു, കുറച്ച് റെഡ് പെപ്പർ, കുറച്ച് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കയറ്റുകയോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് മീൻസ് ആണ്. നമ്മൾ പ്യുവർ ഒരു വെജിറ്റബിൾ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ് ബേസ്ഡ് മീൻസ് ഇട്ടു. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അളവിനനുസരിച്ച് നമ്മളിതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ എല്ലാം റെഡി ആയിട്ടുള്ളതാണ്. വൺസ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒലീവ്സ് ആഡ് ചെയ്യണം, ഒലീവ്സ് ആഡ് ചെയ്യാം, ഹാലപ്പിനോസ് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. വൺസ് നിങ്ങളുടെ എല്ലാ ടോപ്പിങ്സ് ആയതിനു ശേഷം അവനിലേക്ക് വെക്കുക. പ്രീ ഹീറ്റഡ് ആയിരിക്കണം. അവനൊരു 3 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് അവന് വെച്ച് കുക്ക് ചെയ്യുക. വൺസ് അതിന് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, അത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഓരോ അവന് അനുസരിച്ച് അതിൻ്റെ എത്രയാണ് ഹീറ്റ് വെച്ചേക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക, ടൈമിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ലീവ് ചെയ്യുക. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിപ്പം ഞാൻ ഏറെക്കുറെ ഒരു 20 മിനിറ്റ് അതിൻ്റെ അകത്ത് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്രസ്റ്റ് എല്ലാം കുക്ക്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു പ്യുവർ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ ഏറെക്കുറെ ആ ഷേപ്പിൽ തന്നെ നമുക്കത് ലഭിച്ചിട്ടുണ്ട്. ആ ചീസെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ബർക്കിയ മിൻസും പെപ്പേഴ്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ റെസിപ്പി. ഇഷ്ടമെങ്കിൽ